പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് വ്യാഴാഴ്ച നവംബർ 28 നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് വരാം. എല്ലാവരും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക. ഓരോ പ്രത്യക്ഷ പ്രാർത്ഥനയാണ് ആ ദിവസത്തിന്റെ വരദാനം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വന്തം ചെയ്യണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ. ഇന്ന് നവംബർ 28 വ്യാഴാഴ്ച അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണേ. അങ്ങയുടെ മക്കൾ ഇന്ന് എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം നിന്റെ സന്നദ്ധം, നിന്റെ സാന്നിധ്യം. wherever you go I will be there, I'll be with you എന്ന് പറഞ്ഞിട്ട് ഈശോയെ, നീ എവിടെ പോയാലും. ജോഷുവ 1:9 വചനം ഉടമ്പടി വചനമാണ്. ഉടമ്പടി വാഗ്ദാനമാണ്. അത് ഉടമ്പടി എടുത്തിരിക്കുന്നവർക്ക്, അത് വിശ്വസിക്കുന്നവർക്ക് ദൈവം അത് നിരന്തരം നിന്ന് ഫലിക്കുന്ന വചനങ്ങളാണ്. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും അവരുടെ ഞങ്ങളുടെ സംഭാഷണ മധ്യേ കർത്താവെ, നിന്റെ സാന്നിധ്യം പ്രകടമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. നിന്റെ തീരുമാനങ്ങൾ, ഇന്നത്തെ ദിവസത്തെ തീരുമാനങ്ങൾ കർത്താവ് പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആരും സഹായിക്കാനില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവർ, അവരെല്ലാം നീ ശക്തിപ്പെടുത്തണം. അമ്മേ, പരിശുദ്ധ അമ്മേ, കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത് ശക്തിയാലാണ് നിന്നത്, നീ ധൈര്യത്താലാണ് നിന്നത്. നിന്നെ ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്തിയ അതേ ആത്മാവിൻ്റെ ശക്തിയാൽ ഏത് കുരിശിന് ചുവട്ടിൽ നിൽക്കുന്നവരെ ഇപ്പോൾ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാള ദൈവശക്തിയാൽ നീ ബലപ്പെടട്ടെ, നീ ശക്തി പ്രാപിക്കട്ടെ, നീ സൗഖ്യം പ്രാപിക്കട്ടെ, നിനക്ക് സമാധാനം കൈവരട്ടെ. ഗോഡ് ഇൻഫ്യൂസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 8:16. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. ലൂക്കാ സുവിശേഷം 8:16. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വെക്കുകയോ ചെയ്യാറില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. അതായത് വിളക്ക് കൊളുത്തി ആരും പാത്രം കൊണ്ട് മൂടാറില്ല. ഇപ്പൊ ഞാൻ 10 കൊല്ലം പാത്രം കൊണ്ട് മൂടി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെന്താ പറഞ്ഞത്? കട്ടിൻ്റെ അടി വെക്കാറുമില്ല, കെടുത്ത്. അപ്പൊ മാതാവിന്റെ പ്രത്യക്ഷീകരണം കെട്ട വിളക്ക് പോലെയാണ് ഞാൻ സൂക്ഷിച്ചത്. കർത്താവ് പറഞ്ഞു, അത് എല്ലാവർക്കും പ്രകാശം കാണാൻ വേണ്ടി ദീപപീഠത്തിന്മേൽ വെക്കണമെന്ന്. അപ്പൊ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളും മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളതാണെന്ന് അതിൻ്റെ സൂചന. അതുകൊണ്ടാണ് നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ വീശട്ടെന്ന് കർത്താവ് പറയത്തില്ലേ. നിങ്ങളുടെ വെളിച്ചം, നിങ്ങളുടെ നന്മകളെല്ലാം അത് മറ്റുള്ളവർക്ക് നന്മയായിട്ട് വരണം. കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ വിളക്കുകൾ മനുഷ്യരുടെ മുമ്പിൽ വീശട്ടെ എന്നാണ് പറഞ്ഞത്. സുവിശേഷത്തിൻ്റെ സാക്ഷികളാകണം. അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. നമ്മൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ചെയ്യേണ്ട, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങളുടെ നന്മകൾ മറ്റുള്ളവർക്ക് നന്മയാകാൻ വേണ്ടി നിങ്ങൾ അതിനുവേണ്ടി ബോധപൂർവ്വം പരിശ്രമിക്കണം. അപ്പോഴേ കർത്താവിൻ്റെ വെളിച്ചം നിങ്ങളിലേക്ക് കടന്നു വരും. ഹാവ് എ ഗുഡ് ഡേ.